ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. അവിടുത്തെ കൃപയും സമാധാനവും സമൃദ്ധമായി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുകട്ടെ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. കാരണം നാളിതുവരെ ഒരുപാട് നാളുകളായി നമ്മൾ ഒന്നിച്ചൊരു കൂട്ടായ്മയായി, വലിയൊരു കൂട്ടായ്മയായി വചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 8000-നടുത്ത് കുടുംബങ്ങൾ ഒന്നിച്ച് വചനം ചൊല്ലുന്ന ഒരു കൂട്ടായ്മയായി നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. വചനം ആവർത്തിച്ച് ചൊല്ലി നമ്മൾ ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. അതിനെ ഓർത്ത്, അതിനുള്ള കൃപ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരരെ, ഈ ഒരാഴ്ചക്കാലം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന വചനം സങ്കീർത്തനം 119:36 ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരരെ, ദൈവത്തിൻ്റെ കൽപ്പന, അവിടുത്തെ വചനം, അതിൽ നമ്മുടെ ഹൃദയം ഉറപ്പിച്ചു കഴിയുമ്പോൾ അവൻ്റെ സ്വരം ശ്രവിക്കാൻ പാകത്തിന് നമ്മുടെ കാതുകൾ തുറക്കപ്പെടും. അവനെ കാണുവാൻ പാകത്തിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അവൻ്റെ വചനം ഗ്രഹിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സുകൾ തുറക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ചിന്ത, നമ്മളുടെ ആഗ്രഹം വചനത്തിലേക്ക് തിരിഞ്ഞിരിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ചോദിക്കുവാനുണ്ട്. അവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പ്രഥമമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം വചനത്തിലേക്ക്, അവിടുത്തെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ എന്നുള്ളതായിരിക്കട്ടെ. കാരണം ഈശോ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് കൂട്ടിച്ചേർത്ത് നൽകിക്കോളും. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രഥമമായിട്ട് അവിടുത്തെ വചനത്തോടുള്ള ഒരു അഭികാമ്യ, ഒരു വചനത്തോടുള്ളൊരു തീക്ഷ്ണത നമ്മുടെ ഹൃദയത്തിൽ നിറയാനും ജ്വലിക്കാനുമായിട്ട് നമ്മൾ ഇടകൊടുക്കണം. ആ ഒരു കാര്യം എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ കൃപയും സമാധാനവും എല്ലാവരോടും കൂടെ നിത്യമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നുണ്ട്. കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക്, അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക്, അവിടുത്തെ ബലിയുടെ സകല യോഗ്യതകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഓരോരുത്തരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.